നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ ഖോരൻ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ട് മാത്രമുള്ളതാണ്. സെൽഫ് ഡയഗ്നോസ് ചെയ്യരുത്. അതിനകത്ത് വളരെയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കോമ്പിനേഷൻസ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ പ്രസന്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ടിന്റെ സഹായം തേടുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പല ഫാമിലി കോർട്ടിലും അതുപോലെ തന്നെ മെയിൻ കോർട്ടിലും പിന്നെ നെഗോഷിയേഷനും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളുടെ അടുത്തും അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററിൻ്റെ അടുത്തും ഒക്കെ നെഗോസിയേഷന് പോകാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് നിങ്ങളെ ഹൗ ടു പ്രസന്റ് യുവർ സെൽഫ് ഇൻ സച്ച് സിറ്റുവേഷൻസ്, നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഏത് രീതിയിലായിരിക്കണം നിങ്ങളെ അവിടെ കണ്ടക്ട് ചെയ്യേണ്ടത്, നിങ്ങളെ അവിടെ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും വളരെ ഭംഗിയായിട്ടും നിങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. കാരണം മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമ്മളുടെ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ അവർ വളരെ വൾണറബിളും ഇമോഷണലി അവർ വളരെ വീക്കും വളരെ സോഫ്റ്റും ഒക്കെ ആയതുകൊണ്ട് അവർ ഇമോഷണലി സംസാരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതേ സമയത്ത് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയോ അതല്ലാത്ത ചില പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, മാക്കിയവലിനിസ്റ്റ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ കുറച്ച് ഈ ഡാർക്ക് ട്രയാഡ് അങ്ങനത്തെ കോമ്പിനേഷൻസ് ഒക്കെ ഉള്ളവരെല്ലാം അവർക്ക് അഭിനയിക്കാൻ പറ്റും നല്ലതുപോലെ. അവർ ചിലപ്പം അവിടെ ഭയങ്കര ഇമോഷണലി അഭിനയിച്ച് പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് പല കാര്യങ്ങളെയും ഗ്യാസ്ലൈറ്റ് ചെയ്ത് പല കാര്യങ്ങളെയും പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നിട്ട് പല കാര്യങ്ങളും പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനോട് ഇമോഷണലി ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഹൗ ടു ഹാൻഡിൽ അല്ലെങ്കിൽ ഹൗ ടു പ്രസന്റ് യുവർ സെൽഫ്, ഹൗ ടു ഡീൽ വിത്ത് നെഗോസിയേഷൻസ് അല്ലെങ്കിൽ മീഡിയേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി കോർട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ മീഡിയേഷൻസ് ഒക്കെ വെക്കും. അപ്പോൾ അതിനകത്ത് നമ്മളെ പ്രോപ്പറായിട്ട് നമ്മളെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം നമ്മളെ തന്നെ. ആദ്യത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമേ തന്നെ നമ്മളൊരു ലോജിക്കൽ മൈൻഡിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വളരെയേറെ നല്ല രീതിയിൽ സാധിക്കണം. അതുപോലെ നമ്മുടെ എയിം നമ്മുടെ മുമ്പിൽ ക്ലിയർ ആയിരിക്കണം. എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്നുള്ള ഉറച്ച ഒരു തീരുമാനവും നമ്മുടെ ഗോളിലേക്കുള്ള നമ്മുടെ ഫോക്കസും നല്ല രീതിയിലായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ ഇപ്പുറത്തേക്ക് ചാടി അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ചാടി അങ്ങനെയൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്, നിങ്ങളാണ് ഡിസിഷൻ എടുക്കുന്നത്. വൺസ് യു മേക്ക് എ ചോയ്സ്, ദാറ്റ് ചോയ്സ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിശ്ചയിക്കുന്നത്. അപ്പോൾ ചോയ്സസ് എല്ലാം വളരെ നല്ല വൈസായിട്ട് എടുക്കാൻ നമുക്ക് പറ്റണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മളുടെ പ്രസന്റേഷൻ അല്ലെ നമ്മൾ എന്ത് അവിടെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ആധികാരികമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ നിന്നാണ് മറ്റേ ആൾ കുറേ കാര്യങ്ങളെ പെർസീവ് ചെയ്തെടുക്കുന്നത്. ഏത് വ്യക്തിയാണോ ആ മീഡിയേഷൻ ഇരിക്കുന്നത് അയാൾക്ക് അതിൽ നിന്നാണ് കാര്യങ്ങൾ വ്യക്തമായി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫാമിലി കോർട്ടിലോ അതുപോലെയുള്ളിടത്ത് നമ്മളൊരു മീഡിയേറ്ററിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മളെ പ്രിപ്പയർ ചെയ്യേണ്ടത്, നമ്മൾ ഇവൻറ്റ്സ് എവിഡൻസ് ജേർണൽസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ അത് എഴുതി വെക്കുകയോ അതിൻ്റെ എവിഡൻസസും ഒക്കെ ആയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുകയോ ചെയ്യണം. അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരുടെ മുമ്പിലിരിക്കുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു വിധം എന്ന് പറയുന്നത്, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ദ മസ്റ്റ് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മീഡിയേറ്റർ അറിഞ്ഞിരിക്കേണ്ട ചില ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ദ മസ്റ്റ് നോ. അതായത് ദ ഹൈ ലെവൽ ഇൻറ്റൻസിറ്റി അബ്യൂസീവ് ഇവൻറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ള, ഏറ്റവും കൂടുതൽ ഡാമേജിങ് ആയിട്ടുള്ള. അത് ഫിനാൻഷ്യലി ആകട്ടെ, സെക്ഷലി ആകട്ടെ, ഫിസിക്കലി ആകട്ടെ, വെർബലി ആകട്ടെ, അല്ലെങ്കിൽ മെറ്റീരിയൽ നശിപ്പിക്കുന്നതാകട്ടെ, നിങ്ങളുടെ ചീറ്റിംഗ് ആകട്ടെ, ഇൻഫിഡലിറ്റി ആകട്ടെ, എന്തുമാകട്ടെ, ഏത് രീതിയിലുള്ളതായാലും. അതുപോലെ തന്നെ ചിലപ്പം കുട്ടികളെ ആയിരിക്കും അവർ അബ്യൂസ് ചെയ്യുന്നത്, വളരെയേറെ അവരെ ദ്രോഹിച്ചുകൊണ്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഏറ്റവും ഹൈ ലെവൽ ഓഫ് ആ ഇൻറ്റൻസിറ്റിയിലുള്ളതാണ് ദ മസ്റ്റ് നോ എന്ന് പറയുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മളവിടെ ഒരു മീഡിയേഷന് പോകുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് വരേണ്ടത്. ചിലപ്പോൾ അത് സെപ്പറേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു എഗ്രിമെന്റിൽ നമ്മൾ ഒന്നിച്ചു പോകുന്നതായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ആ ഒരു ഗോളിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങളെ വളരെ സത്യസന്ധതയോടുകൂടി വളരെ ഒതന്റിക്കലി അതിനെ പ്രോപ്പറായിട്ട് അതിനെ പ്രസന്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ദ മസ്റ്റ് നോ എന്നുള്ളതായിരിക്കണം നമ്മൾ ആദ്യം പ്രസന്റ് ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ഷുഡ് നോസ് ആയിരിക്കണം. ദ ഷുഡ് നോസ്, അതായത്
ഒരു കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഇന്റൻസിറ്റി മസ്റ്റ് നോയിൽ നിന്ന് തൊട്ട് താഴെയുള്ളതായിരിക്കണം നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ചിലപ്പോൾ നമ്മളെ എന്താ പറയുക എവിടെയെങ്കിലും ഒന്ന് പോകാൻ വിടാഞ്ഞതായിരിക്കാം, നമ്മുടെ ജോലിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫർദർ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയതായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മളെ കുറച്ച് എന്താ പറയുക കൂടുതലായിട്ട് നമ്മളെ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒരു വിവാഹത്തിനും ഒക്കെ വിടാതെ നമ്മളെ കുറച്ച് സോഷ്യലി ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ കുറച്ചുകൂടെ മീഡിയം ഇന്റൻസിറ്റിയിൽ ഉള്ള കാര്യങ്ങളായിരിക്കാം. ഇനി അത് നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അപ്പം അടുത്ത ഒരു ലെവലിലേക്ക് പോകുമ്പോഴാണ് ദ നൈസ് ടു നോ എന്ന് പറയുന്നത്. അതായത് ദ ലോ ഇന്റൻസിറ്റി ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ഇത്രയൊക്കെ സംഭവിച്ചു കിട്ടോ, പിന്നെ ഇങ്ങനെയൊക്കെയാണ്, മോസ്റ്റ്ലി ഇങ്ങനെയാണ് സ്വഭാവം, പിന്നെ ഇതൊക്കെ ഹൈ ലെവൽസ് എനിക്ക് ഒട്ടും എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ദ മസ്റ്റ് നോ, ദ ഷുഡ് നോ, ദ നൈസ് ടു നോ എപ്പോഴും നമ്മൾ ആ ഒരു ഹൈറാർക്കി ലെവലിലായിരിക്കണം പ്രസന്റ് ചെയ്യുന്നത്. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങൾ ഒരു മീഡിയേറ്റർ മുമ്പിൽ ഇരിക്കുമ്പോൾ മീഡിയേറ്റർ ഇതുപോലെ ഒത്തിരി കേസസ് ഹാൻഡിൽ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ വൺ ഓഫ് ദോസ് കേസസ് ആയിരിക്കും അവർക്ക്. അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ വളരെ ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ പറഞ്ഞില്ലേ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുക. നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഗോളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റില്ല. മറ്റുള്ളവർക്ക് നിങ്ങളെ കൂടുതലായിട്ട് നിങ്ങളുടെ മുകളിലേക്ക് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് പറ്റും. കാരണം യു ആർ മേക്കിംഗ് ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തും കുഴച്ചും ഒക്കെ പറയുമ്പോൾ ഒരു ക്ലാരിറ്റി ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ദ ഹൈ ഇന്റൻസിറ്റി, ദെൻ ദ മീഡിയം ഇന്റൻസിറ്റി ആൻഡ് ദ ലോ ഇന്റൻസിറ്റി, ആ രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ദ ഫസ്റ്റ് ദ മസ്റ്റ് നോ, ദെൻ ദ ഷുഡ് നോ, ദെൻ ദ നൈസ് ടു നോ, ആ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആധികാരികത കിട്ടും. അത് നമുക്ക് ആ ഫ്ലോയിൽ തന്നെ അവരോട് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവർ പറഞ്ഞു വരുമ്പോൾ ആരെങ്കിലും ഇടയ്ക്ക് പറയണം വെയിറ്റ് എ മിനിറ്റ്, ലെറ്റ് മീ ഫിനിഷ് ദിസ്, ദെൻ ഐ വിൽ ടോക്ക് ആൻഡ് ഐ വിൽ അലൗ യു ടു ടോക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനും പറ്റും. അപ്പൊ നമ്മൾ മറന്നുപോയി, അയ്യോ ഇത് പറഞ്ഞപ്പോൾ അത് ഓർത്തില്ല, അത് പറഞ്ഞപ്പോൾ ഇത് ഓർത്തില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വരൂല. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കണം, ഞാൻ അവിടെ എൻ്റെ കാര്യം സംസാരിക്കാനും എനിക്ക് വേണ്ട കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് പോകുന്നത്. അല്ലാതെ ഒരാളെയും മോശക്കാരനാക്കാനോ ഒന്നുമല്ല. ഞാൻ അനുഭവിച്ചതും എനിക്ക് വേണ്ടതും കറക്റ്റായിട്ട് അവിടെ പ്രസന്റ് ചെയ്യുകയും എന്നെ പ്രൊട്ടക്ട് ചെയ്യുകയും എൻ്റെ ജീവിതത്തിന് ഒരു സെക്യൂരിറ്റി ഉണ്ടാക്കുകയും അതിനൊരു നല്ല രീതിയിലുള്ള പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസീവിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നതിലേക്കുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനകത്ത് നടന്ന കാര്യങ്ങളെ വളരെ ഒത്തന്റിക് ആയിട്ട് പറയുക എന്നുള്ളത് വളരെയേറെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ പറയുമ്പോൾ ഓൾവേസ് ലുക്ക് അറ്റ് ദ മീഡിയേറ്റർ അല്ലെങ്കിൽ ജഡ്ജ്. ആരാണോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ആ പവറുള്ള ആ വ്യക്തിയോട് മാത്രമേ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവൂ. ആ വ്യക്തിയോട് മാത്രമേ നോക്കാവൂ. ഐ കോണ്ടാക്ട് ഒക്കെ ആ വ്യക്തിയോട് മാത്രമേ കൊടുക്കാവൂ. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ അടുത്തിരുന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ, വേറെ ആരെങ്കിലും അടുത്തിരുന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരെ നോക്കി സംസാരിക്കരുത്. അവിടുന്ന് കേട്ടാൽ പോലും ആൻസർ ഇങ്ങോട്ട് നോക്കിയായിരിക്കാം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഏത് സമയത്തും നമ്മൾ ചിലപ്പം ഇങ്ങോട്ട് നോക്കാം, വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് അങ്ങോട്ട് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കാം, അങ്ങനെ ശ്രദ്ധകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഇടവരരുത്. പിന്നെ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾ കയറിപ്പോകാനും ഇടവരരുത്. നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം എന്താണോ പറയുന്നതിലേക്ക്, അതിൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങളെ പ്രസന്റ് ചെയ്യാൻ പറ്റണം. പോകുന്നതിന് മുമ്പ് നല്ലപോലെ പ്രിപ്പറേഷൻ വേണം. ഏതൊക്കെ രീതിയിലുള്ള അലിഗേഷൻസ്, ഏതൊക്കെ രീതിയിലുള്ള ഗ്യാസ് ലൈറ്റിങ്, മാനിപ്പുലേഷൻസ് ഒക്കെ നിങ്ങളുടെ നേരെ വരാമെന്നുള്ളത് നിങ്ങൾ നേരത്തെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളെ പ്രസന്റ് ചെയ്യുക. ഇനി എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇമോഷൻസ് കൊണ്ട് ഹാൻഡിൽ ചെയ്യരുത്. മറ്റേ ആൾ ഇമോഷണലി നിങ്ങളെ അടുത്ത് ഡ്രാമ കളിക്കുകയാണെങ്കിൽ പോലും അയാൾ ഇമോഷണലി ആണ് വരുന്നത്. അപ്പോൾ അതിനെ ഇമോഷൻസ് കൊണ്ട് നമ്മൾ ഹൈ ആയിട്ടോ പൊട്ടിത്തെറിച്ചോ എന്തൊരു അഭിനയം ഇപ്പൊ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. വളരെ ലോജിക്കലായിട്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, മേ ബി ഹി ഈസ് സാഡ്, മേ ബി ഹി ഈസ് നോട്ട് സാഡ്, മേ ബി ഷീ ഈസ് സാഡ്, ഷീ ഈസ് നോട്ട് സാഡ്, ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെയാണ്, ഇതാണ് എൻ്റെ അനുഭവം, ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത്. ഇത് നമുക്ക് പറയാനായിട്ട് പറ്റണം. അപ്പം ഒരു ഇമോഷണൽ സിറ്റുവേഷനിൽ നമ്മൾ വളരെ ലോജിക്കലി ആയിട്ടായിരിക്കണം എൻട്രി ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, വളരെ ഇമോഷണൽ ഹൈ ആയിട്ട് ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻ നമ്മൾ ലോജിക്ക് അപ്ലൈ ചെയ്താൽ അത് കുറച്ച് നമുക്കൊന്ന് മാനേജബിൾ ആവും. അതുപോലെ തന്നെ ഹൈ ലോജിക്കലി ഇങ്ങനെ വളരെ ഡ്രൈ ആയിട്ട് വരുന്നത് കുറച്ച് ഇമോഷൻസ് ആഡ് ചെയ്താൽ നമുക്കതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയാറുണ്ട്. അത് വാസ്തവമാണ് തന്നെ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ഏതൊക്കെ മാനിപ്പുലേഷൻ നടക്കുന്നിടത്തെല്ലാം വളരെ ലോജിക്കലി, വളരെ അസേർട്ടീവ്ലി, ഇമോഷണലി ഹൈയോ ലോയോ ആക്കാതെ ഈ രീതിയിൽ നിങ്ങളെ
പ്രസന്റ് ചെയ്യുകയാണ് നിങ്ങൾ വേണ്ടത്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒതന്റിക് ആകാൻ പറ്റും, കാര്യങ്ങളെ നിങ്ങളുടേതായ രീതിയിൽ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും, തിങ്സ് ആർ മാനേജബിൾ ആകും. അപ്പം ആ രീതിക്ക് അപ്പം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഈ രീതിയിൽ വേണം നിങ്ങൾ അങ്ങനത്തെ മീഡിയേഷൻസ് ഒക്കെ പോകാൻ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പതറുകയോ ഭയങ്കരമായിട്ട് വിഷമിക്കുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കാവുന്നതാണ്. പക്ഷെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം ചുമതലയാണ്. അതിനാരുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാര്യമല്ല. ഉണ്ടെങ്കിൽ വളരെ നല്ലത്, ഇല്ലെങ്കിൽ പോലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ദൈവം നമ്മളെ വളർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളത് ആ രീതിയിൽ തന്നെ നോക്കണം. നമുക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ നല്ല സന്തോഷമായിട്ടും സമാധാനമായിട്ടും പ്രോഗ്രസീവായിട്ടും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ.